ചില പള്ളികളിൽ ഖത്തീബിൻ്റെ റൂമിലേക്ക് കമ്മിറ്റിക്കാരോ മറ്റു സംഘാടകരോ കയറി വന്നിട്ട് ഒരു ലിസ്റ്റ് തരും. സലാം വീട്ടിയ ഉടനെ പറയേണ്ട കാര്യങ്ങളാണ് അതിലുണ്ടാവുക. അത് പുറത്താരോ പാവപ്പെട്ട ആൾ വന്നിട്ട് നമ്മളെ നാട്ടിൽ കുറേ കാര്യങ്ങൾ തീരുമാനിച്ചല്ലോ, അതൊക്കെ എല്ലാവരും വിജയിപ്പിക്കണം. പിന്നെ പള്ളിക്ക് വരിസംഖ്യ തുടങ്ങി പല സാമ്പത്തിക ബാധ്യതകളുള്ളവരുണ്ട്, അതൊക്കെ എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കണം. സലാം വീട്ടിയ ഉടനെ പറയാൻ ഞാൻ ആൾക്കാരധികം അത് കേൾക്കാതെ ഇറങ്ങിപ്പോവും എന്ന് ആവശ്യപ്പെട്ട് വരാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിന് സലാം വീട്ടിയ ഉടനെ ഇസ്തിഗ്ഫാർ 3 വട്ടം പറയും. പിന്നെ വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ വന്ന് ദിക്റുകൾ ചൊല്ലാറുണ്ട്, ഹുസ്നി ഇബാദത്തിക്ക് വരെ. അത് നിർവഹിക്കുന്നതിന് മുമ്പ് മറ്റെന്തെങ്കിലും വർത്തമാനം പറഞ്ഞാൽ ഉടനെ തന്നെ നിസ്കരിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ദിക്റ് ചൊല്ലിയ പുണ്യമോ സുന്നത്തോ നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ദിക്റുകളുടെ സ്ഥാനം മഹല്ല് നഷ്ടപ്പെട്ടു പോകുന്നില്ല. മറ്റ് വർത്തമാനങ്ങൾ പറഞ്ഞാലും പിന്നീട് ആ ദിക്റുകളൊക്കെ ചൊല്ലിയാൽ ദിക്റ് ചൊല്ലിയ കൂലി കിട്ടും. എന്നാൽ ഉടനെ ചൊല്ലിയ കൂലി ഉണ്ടല്ലോ, അത് കിട്ടൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് ഉടനെ ചൊല്ലലാണ്. ആ സുന്നത്ത് ഉടനെ ചൊല്ലുക എന്നുള്ള സുന്നത്ത് നഷ്ടപ്പെടും. അതിന് മുഅഖിബാത്ത് എന്നാണ് പറയാറുള്ളത്. അത് നഷ്ടപ്പെട്ടു പോകും. ഇത് പറഞ്ഞത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ ഷറഹ് മുസ്ലിമിൽ ഇമാം നബവി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറഞ്ഞിട്ടുണ്ട്, ഉടനെ ചൊല്ലിയ കൂലി നഷ്ടപ്പെട്ടു പോകും മറ്റ് വർത്തമാനങ്ങൾ പ്രവേശിച്ചാൽ എന്ന്. അതുകൊണ്ട് നമ്മൾ കമ്മിറ്റിക്കാരോ ഉമ്മറാക്കളോ സംഘാടകരോ ആരും ഉസ്താദുമാരോട് ഇങ്ങനൊരു വർത്താനം പറയരുത്, സലാം വീട്ടിൽ ഉടനെ പറയണേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അറിയിപ്പ് പോയിട്ട് വരരുത്. അത് വലിയ നഷ്ടമാണ്. പിന്നെ ചില ഒരു കള്ളത്തൊരിയപ്പത്തുണ്ടായിരുന്നു കുറച്ച് മുമ്പ്, അതിപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അതിൽ സലാം വീട്ടിയ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിയ ദിക്റുകളൊന്നും ചൊല്ലാൻ പാടില്ല. അത് എപ്പോഴാണ് ചൊല്ലേണ്ടി അറിയോ? അവരുടെ ഷെയ്ഖ് പറഞ്ഞു കൊടുത്ത ദിക്റുകളുണ്ട്, കുറച്ച് ഫാത്തിഹകളുണ്ട്, അത് ചൊല്ലിയ ശേഷമേ മുത്തുനബി പഠിപ്പിച്ച ദിക്റുകൾ ചൊല്ലാൻ പറ്റുള്ളൂ എന്ന്. അങ്ങനെ ഒരു തൊരിയക്കത്തുണ്ടായിരുന്നു. ആ തൊരിയക്കത്തുകാരിൽ പറയുന്നത് സലാം വീട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ 5 ഫാത്തിഹ ഓതണം. ഒന്ന് ഷെയ്ഖിൻ്റെ കണ്ണിന് ഫാത്തിഹ, പിന്നെ ഷെയ്ഖിൻ്റെ ചെവിക്ക് കാതിന് ഫാത്തിഹ, പിന്നെ ഷെയ്ഖിൻ്റെ മൂക്കിന് ഫാത്തിഹ, പിന്നെ കൈക്ക് ഫാത്തിഹ, പിന്നെ കാലിന് ഫാത്തിഹ. ഇങ്ങനെ 5 ഫാത്തിഹ ഓതിയിട്ടാണ് അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് പറഞ്ഞ് മുത്തുനബിയുടെ ദിക്റുകൾ ചെല്ലാൻ പാടുള്ളൂ. ഈ ഷെയ്ഖ് കള്ളൻ, ഇയാൾ ഈ അനുയായികൾക്ക് കൊടുക്കുന്ന നിർദ്ദേശം, പഠിപ്പിക്കുന്ന സന്ദേശം എന്താണ്? അള്ളാഹുവിൻ്റെ റസൂലിനേക്കാൾ മുന്തിക്കേണ്ടത് അവരുടെ ഷെയ്ഖിനെ. ഇന്നല്ല വേറൊരാൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഒരു കുഞ്ഞു ജനിച്ചാൽ മുലപ്പാൽ കൊടുക്കണമെങ്കിൽ 5 ബാങ്ക് കേൾക്കണമെന്ന്. 5 ബാങ്ക് കൊടുത്തിട്ടേ കുട്ടിക്ക് മുലെടുക്കാവൂ. അതോടുകൂടി അതൊക്കെ പ്രശ്നമായതും അയാളെ പോലീസ് ഒന്ന് പിടിച്ചുകൊണ്ട് അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇങ്ങനെ ഒരുപാട് കള്ളത്തൊരീഖത്തുകാർ നിറഞ്ഞിരിക്കുന്ന കാലം. ഞാൻ പറഞ്ഞത്, നിസ്കരിച്ച് കഴിഞ്ഞ ഉടനെ ഈ ദിക്റുകളിൽ വ്യാപൃതരാവണം. അതിനു മുമ്പ് മറ്റൊരു സംഗതിയും ചെയ്യാനോ പറയാനോ പോകരുത്. ഉമ്മറാക്കളാരും ഉസ്താദുമാരോട് അതിന് നിർബന്ധിക്കുകയും ചെയ്യരുത്.